ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ടുള്ളൊരു കൂന്തൽ ഫ്രൈ ആണ്. കൂന്തൽ അല്ലെങ്കിൽ കണവ എന്നൊക്കെ പറയും, പല സ്ഥലത്തും പല പേരാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഫ്ലേവറിൽ, കാണാൻ നല്ല ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൂന്തൽ പല രീതിയിൽ ഫ്രൈ ചെയ്യണവരുണ്ടാവും, കുക്കറിലൊക്കെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്നാണ് നോക്കാൻ പോണത്. അതിന് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. 1/2 തന്നെ വേണമെന്നില്ല, ഒരു 1/4 മുകളിൽ ഉണ്ടായിരുന്നാൽ മതി. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കാനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കൂന്തളൊക്കെ നന്നായിട്ട് കഴുകി അരിഞ്ഞ് റൗണ്ടിലാണ് ഞാൻ അരിഞ്ഞത്, എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ അരച്ച് ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് എണ്ണ വേണ്ട നമുക്ക്. എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കുക. ഒട്ടും വെള്ളം ഒഴിക്കരുത്, ഫ്രൈ ആണല്ലോ, അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കരുത്. അല്ലെങ്കിലും കൂന്തൽ വേവിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളം അതിനെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിരുന്നതാണ്, എന്നിട്ട് പോലും നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വേവട്ടെ. മാത്രമല്ല, കൂന്തളിന് ഒരുപാട് സമയം വേവിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഹാർഡായി പോകും, റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഒരുപാട് സമയത്തെ വേവ് ഇതിനില്ല. മാക്സിമം ഒരു 3 മിനിറ്റൊക്കെ വേവിച്ചാൽ തന്നെ മതി. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ഇത് വെള്ളമൊക്കെ അങ്ങനെ ഏകദേശം വറ്റി വരുന്നൊരു പരുവാണ്. നല്ല സ്പൈസിയാണ് അത്യാവശ്യം. ഒരു 1/2 കിലോ കൂന്തളിന് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും പച്ചമുളകൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസിനെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടീൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി. അല്ലെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷേ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വേവ് കൂടി പോവാതെ നോക്കണം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടിപൊളി കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്